ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ഒരാളെ കാണിച്ചേ എന്ന് വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ഒരാളെ കാണിച്ചേ എന്ന് ചോദിച്ചു. ആ മൂപ്പർക്ക് വലിയ താല്പര്യം, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്നെ പറഞ്ഞു. അത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ എങ്ങനെ പോവാന്ന് ചോദിച്ചു. മുസ്ലിങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവസരം ലഭിച്ച നമുക്ക് പോലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കി നിർത്തുന്നതിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു അബദ്ധമാണ് എന്തെന്നറിയോ? മറഞ്ഞ കാര്യങ്ങൾ പല ആൾക്കാർക്കും അറിയാം എന്ന വിശ്വാസം, അഥവാ ഗൈബ് എന്നാണ് അറബിയിൽ അതിന് പറയാ. മറഞ്ഞ കാര്യം, രഹസ്യം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാണില്ല, എങ്ങനെ ഉണ്ടായത്. ഇപ്പൊ ഞാന് ചെറുപ്പത്തിൽ ദർസിൽ പോകുന്ന സമയത്ത് എന്റെ വീടിന്റെ അവിടുന്ന് പുഴയിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും ചില്ലറയുണ്ട്, ഭാരതപ്പുഴയിലേക്ക്. അപ്പൊ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ആളുകള് ഓടും, പുഴ വരെ ഓടും. രാവിലത്തെ ആ ചെറുപ്പത്തില് നല്ല രസമായിരുന്നു ഒരു സംഘം അങ്ങനെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വാഹനമൊന്നും ഇല്ലല്ലോ, റോട്ടിൽ വാഹനമൊന്നുമില്ല, നല്ല സുഖം. അങ്ങനെ അവിടെ ചെന്ന് ആ പുഴയിലെത്തി അവിടുന്ന് കുളിച്ച് ഒതുവൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പള്ളിയിലേക്ക് വരിക. ഈ ഒരു കാലഘട്ടത്തില് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വീടിൽ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ എപ്പോഴും കലഹമാണ്. അമ്മാവനും അമ്മായിയും എളാപ്പിയും മൂത്താപ്പിയും ഒക്കെ കൂടിയായിട്ട് കുടുംബം നല്ലൊരു കുടുംബമാണ്, പക്ഷെ കലഹമാണ് എപ്പോഴും. ഈ കലഹം എപ്പോഴുണ്ടായാലും അതിന് പരിഹാരത്തിന് അവർ ഓടിയെത്ത എവിടെയെന്നറിയോ? നമ്മളെ പരപ്പനങ്ങാടി ഇവിടെ ഒരു പണിക്കരെടുത്താണ് വരിക, വിവരങ്ങൾ പറയാക്കെ. അപ്പൊ ഇതെനിക്കറിയാം ആ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ഒരു ദിവസം ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ രാവിലെ ഓടാൻ പോകുന്ന സമയത്ത് രാത്രി തന്നെ ഞാൻ എടുത്തു വെച്ച ഒരു സാധനമുണ്ട്. ഒരു വാഴന്റെ ഇലയില് കുറച്ച് അരിമ്പൂ എന്ന് പറഞ്ഞാൽ അറിയോ, ഈ വെയിലിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചുവന്നിട്ട് നിൽക്കുന്ന ചെറിയ പൂവ. അത് ഈ പരിപാടിക്ക് പറ്റുന്ന ഒരു സാധനം. ആ ചെടിക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം മൂപ്പരെടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളാണ് അതിനെ പിടിച്ച് നുള്ളിയിട്ട് ആ അരിമ്പൂ, പിന്നെ കുറച്ച് പച്ചരി, നല്ല പത്തിരി ഉണ്ടാക്കുക, പല പരിപാടി ഉണ്ടാക്കുക. പക്ഷെ പച്ചരിക്ക് പോലും അറിയില്ല എങ്ങനെ ഒരു സംഭവം ഉണ്ട്. കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 3-4 മുള്ളാണി, ഇതൊക്കെ കൂടി കയ്യിൽ കിട്ടിയതൊക്കെ കൂടി ഈ വാഴന്റെ ഇലയിൽ വെച്ച് പൊതിഞ്ഞ് നല്ല ഒരു ചരട് കൊണ്ടൊക്കെ കെട്ടി ഈ ഓടാൻ പോകുന്ന സമയത്ത് ഈ വീട്ടിന്റെ മുമ്പ് സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ടുവച്ചു. രാവിലെ അതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ചായപ്പേടി, ക്യാരംസ് കളിക്കുന്ന, സൈക്കിൾ വാടക കൊടുക്കുന്ന ഒരു ചെറിയ കടയുണ്ട്. അപ്പൊ അവിടെയാണ് കൂടുതൽ സമയം. പിന്നെ രാവിലെ ഒക്കെ നമ്മളെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോവുക. അത് കൊണ്ടുവച്ച അന്ന് ഞാൻ നേരത്തെ തന്നെ അവിടെ പോയിട്ട് ആ ബെഞ്ചിൽ അങ്ങനെ ഇരുന്നു. ഇതിന്റെ റിസൾട്ട് അറിയണല്ലോ, ഇത് കിട്ടുമല്ലോ രാവിലെ വരും. രാവിലെ അവര് വീട് തുറന്നിട്ട് ഇറങ്ങിയപ്പോ തന്നെ ഈ സാധനമാണ് കിട്ടിയത്. കിട്ടിയ പാടന്നെ ബേജാറായി, നിലയും വെളിയായി. ആരാണിത് ചെയ്തത്, എന്തിനാണിത് ചെയ്തത്, എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്, ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്, നേരെ കേൾക്കാം അപ്പുറത്തിരുന്നിട്ട്. ഇവരപ്പം തന്നെ അവിടുന്ന് ഒരു വണ്ടിയും വിളിച്ച് ഇവിടെ പരപ്പനങ്ങാടിക്കോ. ഇവിടെ വന്നിട്ടാണ്ട് കൊടുത്തപ്പോ മൂപ്പരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഹൗ വല്ലാത്ത രക്ഷപ്പെടലാണ് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. കൊടുന്ന ആള് ഇത് മണ്ണിന്റെ അടിയിൽ വെക്കാൻ ഉദ്ദേശിച്ചാണ് കൊടുന്നത്. പക്ഷെ നിങ്ങളുടെ കാൽപെരുമാറ്റമോ ആൾപെരുമാറ്റമോ കൊണ്ട് അത് മണ്ണിന്റെ അടിയിലായില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന് ആരും മണ്ണിന്റെ അടിയിലായില്ല. അഥവാ ഇതെങ്ങാനും മണ്ണിന്റെ അടിയിൽ പോയിരുന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാളിന്ന് മരിക്കുമായിരുന്നു. അത്ര വലിയ വരവാണ് പറഞ്ഞു കൊടുത്തത് കൂടും. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിച്ചതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചോ പറഞ്ഞു തന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കണെങ്കിൽ, ഞാനിത് വെറുതെ ഇവരെ ഇതൊന്ന് മണ്ഡലം കാണാൻ വേണ്ടിട്ട് ചെയ്തതാ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഇത് കാണുമ്പോത്തിന് ഇവിടെ കൊടുന്നു ഇയാൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ഒരു കൗമിൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളെ കുറിച്ച് മുഹമ്മദ് റസൂലും വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, മൻ അത്താ കാഹിനൻ ഔ അറാഫൻ. ഒരാള് ഒരു കാഹിനെയോ അറാഫനെയോ സമീപിച്ചു. അപ്പൊ ആരാ കാഹിന്, ആരാ അറാഫ്? ഇതിലും നമുക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണക്കുകൾ നോക്കിയിട്ട്
ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, ഇതാണ് അതിന്റെ ഉദ്ദേശം. ഇത് ആ കാലഘട്ടത്തിലുണ്ട്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുണ്ട് ഇവര്. അതുകൊണ്ടാണല്ലോ അങ്ങനെ റസൂലുള്ള പറഞ്ഞത്, ഇതിപ്പോ വന്നതല്ല. അപ്പൊ അതിന് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾ ആരാണോ അവനെയാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ പേര് അബൂബക്കറിനോ മൂസാന്നോ മുഹമ്മദെന്നോ ഒന്നും ആയിട്ടൊരു കാര്യമില്ല. അത് രാമനായാലും കൃഷ്ണനായാലും മുഹമ്മദ് ആയാലും ആരായാലും റസൂലുള്ള പറഞ്ഞ ഈ ഗണത്തിൽ പെട്ടു. അതിൽ മുസ്ലിമിനാണെങ്കിൽ കുഴപ്പമില്ല എന്ന ഒരു ചിന്തയെ പാടില്ല. അങ്ങനെ കുറെ ആൾക്കാർ വിചാരിക്കണേ മുസ്ലിമല്ല, ഉസ്താദല്ലേ, തങ്ങളല്ലേ, എന്നാ പ്രശ്നമില്ല എന്നാ. അല്ല, അത് നിങ്ങൾ ഏത് ഉസ്താദിനോടും ചോദിച്ചോളൂ കേട്ടോ, ഏത് ഉസ്താദിനോടും ചോദിച്ചോളൂ. അറാഫൻ കാര്യങ്ങൾ നോക്കി ഗണിച്ചു അത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞത് അവര് വിശ്വസിച്ചാൽ, ഒരു ഹദീസിൽ പറയുന്നത് 40 ദിവസത്തെ നിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ 40 ദിവസത്തെ നമ്മൾ ആരാധന അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറയുമ്പോ നമ്മൾ അള്ളാന്റെ മുസ്ലിമിന് നമ്മളില്ല. അതിന്റെ ഇടയിൽ മരിച്ചു പോയാലോ, ഈ 40 ദിവസത്തിനുള്ളിൽ മരിച്ചു പോയാലോ, മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാൻ പറ്റൂല. മറ്റൊരു ഹദീസിൽ ഒരു റിവായത്തിൽ റസൂലുള്ളാഹി പറയാണ്, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ഇങ്ങനെ ഈ തരത്തിലുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് എന്താ ഉസ്താദെ ഉണ്ടായി എന്ന് അന്വേഷിക്കുന്ന ആളുകൾ അവര് പറയുന്നതിന് വിശ്വസിച്ച് പുറത്തേക്കൊണ്ട് വരുമ്പോൾ അവൻ കാഫിറായി കൊണ്ടാണ് പുറത്തു വരുന്നത്. റസൂലുള്ള പറഞ്ഞതാ. റസൂലുള്ള പറയുമ്പോൾ ആർക്കും അതിൽ വിഷമം ഉണ്ടാവേണ്ടതില്ല, നമ്മൾ ആരും കാഫിറാക്കണ്ട. റസൂലുള്ള പറയാം, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. റസൂലുള്ളാഹിക്ക് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നതിൽ അവര് വിശ്വസിച്ചിട്ടില്ല, അവര് കാഫിറാണ്. എത്ര ഗൗരവമുള്ള ഒരു വിഷയമെന്ന് ആലോചിച്ച് നോക്കുകയാണ്. എന്നാൽ ഇന്ന് ഇതിന് നല്ല മാർക്കറ്റാണ്. ഈ ഒരു സംഗതിക്ക് നല്ല മാർക്കറ്റാണ്. എവിടെങ്കിലും ഒരാളൊന്ന് ഇരുന്നിട്ടേ മതി, ഇല്ലെങ്കിൽ ഓനെ പിടിച്ച് ഇരുത്തും, നിങ്ങൾ ഇരുന്നോളി പറഞ്ഞിട്ട്. കാരണം ഇന്നെ ഇരുത്താൻ നോക്കിയിരിക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വെറുതെ ഇപ്പൊ നമ്മൾ ഇരിക്കണില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നു. ഞാൻ ചെറുപ്പത്തില് ഈ പറവണ്ണ ഭാഗത്ത് നമുക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കടപ്പുറം ഭാഗത്ത്. അപ്പൊ ഞങ്ങള് വ്യാഴാഴ്ച ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും. കാരണം വീട് നേരെ കടപ്പുറത്താണ്. അന്ന് അവിടെ തന്നെ, ഇപ്പൊ അവിടെ നിന്ന് കുറെ ഇങ്ങോട്ട് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി അവർക്ക് വീടുകൾ ഇങ്ങോട്ട് കൊടുത്തു. ആദ്യം അങ്ങനെ നോക്കുന്ന നേരെ കടലിലേക്ക് കാണാം. അത്ര മണൽപ്പരപ്പിൽ നല്ല രസം, നല്ല വൈകുന്നേരം അസംസ്കാരം കഴിഞ്ഞാണ്ടിരുന്ന നല്ല കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ചങ്ങാതി ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ വരിക. അവന്റെ കൂടെയുള്ള എന്റെ സുഹൃത്ത് അവരും എന്നോട് പറഞ്ഞു, ആ വരുന്ന ആള് നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാ ആ വരുന്ന ആള് നമ്മളെ പ്രതീക്ഷിച്ചാ വരുന്നത്, നിങ്ങൾക്ക് ഏതായാലും ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നോട്. വരുന്ന ആളെ കണ്ടിട്ട്, കാരണം അവന്റെ നാട്ടുകാരനാണ്, നമുക്ക് പരിചയമുണ്ട്. അയാൾ നേരെ ഞങ്ങൾ എടുത്ത് വന്നപ്പോ ഞങ്ങൾ ഇരിക്കുന്ന വട്ടം ഒന്ന് വലുതാക്കി, ഞങ്ങൾ ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞു. മൂപ്പര് ഇരുന്നില്ല, ഞങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് മൂപ്പര് ഇരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്നില്ലേ ഇപ്പൊ നമ്മളൊക്കെ നീച്ചിക്കണം. കാരണം ഒരാൾ നിൽക്കുക ബാക്കിയുള്ളവർ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല. നമ്മൾ പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് മൂപ്പര് ഇരിക്കുമല്ല നിൽക്കുമല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ മുഖലക്ഷണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു, ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണ്, ഞങ്ങൾ 3 ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി തീരെ മീൻ കിട്ടുന്നില്ല. എന്നാൽ ഇവിടുന്ന് തന്നെ പോകുന്ന വേറെ വള്ളത്തിൽ പോകുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടുന്നുണ്ട്. മീൻ ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ആരോ ഞങ്ങളൊന്ന് ഒതുക്കിക്കണം, അതൊന്ന് ശരിയാവണം. ഞാൻ ശരിയാക്കി തരാം. ഇവര് പറഞ്ഞ ഒതുക്കല് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവർക്കാരോ ചെയ്തിരിക്കണമെന്നാണ്. പാവങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം വിശ്വസിക്കുക സിഹറ. അതിനെപ്പറ്റിയാണ് ആദ്യം പേടിക്കുക, സിഹറാണ് എന്നാ. സിഹർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അവരെ കൂടെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ സിഹർ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാക്കി തരങ്ങള്. പോയിട്ടൊരു വെറ്റില കൊണ്ടിരുന്ന ഒരു വെറ്റില, ഒരു തെങ്ങ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പട്ട ഇങ്ങനെ താന്നിട്ടുണ്ട്. അത് കാണിച്ചിട്ട് പറഞ്ഞു, അയിമന്ന് ഒരു ഈർക്കിളി എടുത്തോളി. ഈർക്കിളി എടുക്കുന്ന സമയത്തും ഇടം വലം ആര് വന്ന് സംസാരിച്ചാലും മറുപടി പറയരുത്. കണ്ടോ നിങ്ങള്? ഇതാണ് അതിന്റെ ഒന്നാമത്തത്. ഇതൊക്കെ രസം, ഇതൊക്കെ അതിന്റെ ഉണ്ടെങ്കിലേ ഇതിനൊരു ഇത് കിട്ടുള്ളൂ, ഫലം കിട്ടുള്ളൂ.
ആര് വന്ന് നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഇടം പോലെ നിങ്ങൾ മറുപടി പറയരുത്, മിണ്ടാതെ എടുക്കണ ഈർക്കൾ കിട്ടുമെന്നാണ്. ഈ സാധു അതേമാതിരി ഒരു വ്യക്തിന് ഒരു ഈർക്കളും എടുത്തിട്ടില്ല എത്തുന്നു. ഞാൻ ആ ഈർക്കളി വന്നൊരു കഷ്ണം എടുത്തിട്ട് ഇതിൽ കുറച്ച് അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി അതുകൊണ്ട് മടക്കി ആ ഈർക്കിളി കൊണ്ട് ഓട്ടിയിട്ട് മൂപ്പരെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞേ, നിങ്ങൾ പോകുന്ന വള്ളത്തിൽ കാല് തട്ടാത്ത സ്ഥലത്ത് ഇത് വെച്ചാൽ കൂടെയുള്ള ആൾക്കാർ കാണും വേണ്ട, എന്നിട്ട് പോയിക്കോളിന്നത്. ഈ പറഞ്ഞ മാതിരി മൂപ്പരാണ്ട് ചെയ്തു. ഇതൊരു വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ഇവർ ഈ മീൻ പിടിക്കാൻ പോണ സമയത്ത് ആണ്ട് പോയി നിറച്ച് മീനോട് കിട്ടി. അപ്പൊ എനിക്കിങ്ങനെ ഇത് ഈ വെറ്റില ശരിയാക്കി തന്നതിന് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് ആ സാധു കൈയിട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മേടിക്കൂല, എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഇയാള് പോണില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ്, ഈ തോന മീൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് മീൻ തന്നാളിന്ന് പറഞ്ഞു. മീനോട് വലിയ താല്പര്യ. നമ്മളവിടെ കുറച്ച് ദൂരം ഉണ്ടോ. ഞാൻ വെറുതെ പറഞ്ഞ എനിക്കറിയാലോ ഇതിൽ മീൻ കിട്ടൂല. ഇയാൾക്ക് മീനോട് കിട്ടി, അറച്ച് മീനോട് കിട്ടി. മൂപ്പരമ്മ വന്നേക്കനെ പറഞ്ഞ്, മീൻ ഒരാൾക്കും കൊടുക്കരുത്, ആദ്യം ഉസ്താദ് മീൻ അവിടെ കൊണ്ടു കൊടുത്തിട്ട് വന്നാൽ മതി. ഇയാളും ഒരു സിമന്റ് ചാക്ക് നിറച്ച് മീനേറ്റ് അവിടെ വന്നു. നേരെ വന്ന് പള്ളിക്കാ. ഞാൻ അസുറ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള പള്ളി. ഒരു കുട്ടിന്റെ പിന്നാലെ വരണം, നിങ്ങളെ ഉസ്താദ് വിളിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത് നല്ല ചൂടിലാണ്, അത് എല്ലിന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഒരാളുണ്ട് ഒരു ചാക്ക് മീനേറ്റ് വന്നിട്ട് പള്ളിക്കാണ്. എനിക്കത് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം, ഇയാൾ വരും എന്നുള്ളൊരിതില്ലല്ലോ. ഞാൻ ചെന്ന് നോക്കുമ്പോ ഇയാളുണ്ട് മീനേറ്റ്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഉമ്മ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല, ആദ്യം നിങ്ങൾക്ക് മീൻ തന്നിട്ട് അവിടെ കൊടുക്കുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ വേണ്ട, ഉസ്താദിന്റെ അടുത്ത് വിളിച്ചു, ഇവിടെ വാ പറഞ്ഞു. എന്താ എന്റെ പരിപാടി എന്ന് ചോദിച്ചു. എന്താ മീൻ കച്ചവടം തുടങ്ങിക്കണം പള്ളിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം വിവരങ്ങളൊക്കെ എന്നോട് ഇന്നാള് പറഞ്ഞു. കടപ്പുറത്ത് പാവപ്പെട്ട ആൾക്കാരാണ് ഈ ചെയ്തത്, തമാശക്കോ അല്ലെങ്കിൽ അവരെ പറ്റിക്കാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ എന്റെ ഉദ്ദേശം ഇതൊന്നും പരിക്കൂല, അതൊന്നും ചെയ്യില്ല എന്നുള്ളതല്ലേ. അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഇത് വേണ്ടട്ടോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പിറ്റത്തെ ആഴ്ച കടപ്പുറത്ത് എന്ന് നോക്കുമ്പോ എന്നെ കാത്തിക്കാണ് അവിടെ ഒരുപാട് ഉമ്മമാർ. ഞാനെങ്ങാനും അന്ന് അവിടെ ലേശം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ആളുകൾ എവിടുന്നൊക്കെ വരും എന്നറിയാം. ഇതൊരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ അധികവും മഹ്ളറകൾ. അത് പണിക്കന്മാരായാലും ജ്യോത്സ്യന്മാരായാലും ബീത്താത്തന്മാരായാലും ഒക്കെ. നിങ്ങളെ പരപ്പനങ്ങാടിയിൽ ബീവിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഏത് റോട്ടിലെന്ന് അറിയില്ല. ഞാൻ ആ ഒരു റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പ്രോഗ്രാമിലാണ് ആ സ്ഥലം കണ്ടത്. ആ ബീവിപ്പടിയിലുള്ള ബീവിന്റെ അടുത്ത് ആ ചാനലിൽ 2 പ്രവർത്തകർ ചെല്ലുകയാണ് ഒളിക്യാമറയും വെച്ചിട്ട്. എന്നിട്ട് ബീത്താത്ത അവിടെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് മുഴുവനും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആകെ വിയർത്തിട്ടിരിക്കുകയാണ്. അവസാനം ഉത്തരാണ്ട്, നിങ്ങളെ ഞാനിന്ന് നേരം വെളുക്കുമ്പോ തുടങ്ങിയത് ഈ പറച്ചിലേക്ക് നേരമില്ല, അതുകൊണ്ട് നമ്മൾ വേഗം പറയുന്ന ഈ വന്ന ആൾക്കാർ ഇതൊക്കെ നമ്മൾ കേൾക്കുക. വന്ന ആള് പറഞ്ഞു, നമ്മളെ വീട്ടില് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയപ്പോ ഒരു 3.5 പവൻ ചെയിന് കാണാനില്ല, അത് അറിയാൻ വേണ്ടി വന്നതാണ്. ഉടനെ തന്നെ ബീത്താത്ത, പുറത്തു പോയിട്ടില്ല, വിറ്റിട്ടില്ല, കൈ തന്നെ ഉണ്ട് കേട്ടോ, കിട്ടും, 3 മാസത്തിന്റെ ഉള്ളിൽ കിട്ടും. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. ഇവർ കളവായിട്ട് പറഞ്ഞത്. എത്ര പെട്ടെന്ന് മറുപടി വന്നത്. ഇങ്ങനെ ഇതും കണ്ട് കേൾക്കുമ്പോഴാണ് ഈ ആൾക്കാർക്ക് എമ്മായിരുത്തെ ബീത്താത്തൊന്ന് ആലോചിക്കാൻ കൂടി നേരമില്ലാതെ കംപ്ലീറ്റ് ഇട്ട് പറഞ്ഞു. ഇവർക്ക് അറിയോ? ഇങ്ങനെ ഇവർക്ക് ഈ മറഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിക്കൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാകുന്ന സംഗതിയാ. നമുക്ക് മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ വീടിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയലുണ്ടൊരു സംഗതി, എന്റെ വീടിന്റെ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഈ തരത്തിൽ ആളുകളെ പറ്റിക്കുന്ന ഒരാളാണുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം. പാവം മനുഷ്യനാണ്. നേർക്ക് നേരെ ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ അറിയില്ല, നോക്കിയിട്ട് കാണാതെ പോകും. ഒരു പേജിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല, അത്ര പാവം മനുഷ്യൻ. മലയാളത്തിൽ പേരെഴുതാനോ ഒരു ഒപ്പിടാനോ പോലും ഉള്ള വിദ്യാഭ്യാസവും ഇല്ല. പക്ഷെ മൂപ്പരെടുത്ത് എത്ര ആൾക്കാരെ വരണം, എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നു. ടോക്കൺ നമ്പർ ഒക്കെ വെച്ചിട്ടാണ്, ടോക്കൺ ഇങ്ങനെ വിളിക്കുകയാണ്, ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞിട്ട്. വലിയ വലിയ ഡോക്ടർമാരെടുത്തുള്ള സംവിധാനമാണ് അതുള്ളത്. മൂപ്പര് ഒരു മകള് ടൈലറിന്റെ പണി
ടൈലറിങ് പിന്നെ വസ്ത്രങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്ന ആളാണ്, നന്നായിട്ട് ചെയ്യും. അപ്പൊ അവർക്ക് ചെറിയ സ്ഥാപനം എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല നല്ല വലിയ വലിയ ടീമിന്റെ ഇതാണ് ഈ കല്യാണത്തിനൊക്കെ ഉള്ള വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, രാത്രിയിൽ പ്രത്യേകമായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പടച്ചോനെ, നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്ന ഒന്നാണ് അത്. വെറുതെ ഒരുപാട് ആഡംബരങ്ങൾ. കാരത്തൂർ എന്ന് പറയുന്ന അതിന്റെ തൊട്ടടുത്ത മഹലിൽ നിന്ന് ഒരു കുടുംബം ഇവർക്ക് കല്യാണത്തിന്റെ തലേന്ന് ഉടുക്കാനുള്ള വസ്ത്രം അടിക്കാൻ കൊടുത്തു കൊടുത്തിരുന്നു. അവരത് അടിച്ചു റെഡിയാക്കി വെച്ചു. അവര് വിളിച്ചു ചോദിച്ചു, സംഗതി റെഡി ആയിക്കണോന്ന് ചോദിച്ചു. റെഡിയാണ്, വന്ന് കൊണ്ടുപോയിക്കോളെന്നും പറഞ്ഞു. ഈ ഫോണുണ്ട് വെച്ചപാട് ഒരാള് വന്നു, ആ വസ്ത്രം റെഡി ആയിക്കണോന്ന് ചോദിച്ചു. അന്ന് തന്നാളിന്ന് പറഞ്ഞു. ഇവര് പൊതിഞ്ഞിട്ടാണ് എടുത്തു കൊടുത്തു. വേറെയും കൊണ്ടാവാണ്ട്. അപ്പൊ പേയ്മെന്റ് ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഈ വസ്ത്രം എടുത്തിട്ടാണ് കൊടുത്തു. ആട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ഫോൺ വിളിച്ചതിന്റെ യഥാർത്ഥ ഉടമ വന്നു. നമ്മളെ വസ്ത്രം ഉണ്ട്, അത് കൊണ്ടേയല്ലോ. ആരും ഉണ്ട് ഇടും? അല്ല, നിങ്ങളെ ആള് ഞമ്മക്ക് അങ്ങനെ ഒരാളെ പറഞ്ഞയച്ചിട്ടില്ലല്ലോ. ആരും വരാല്ലേ, ഞാൻ തന്നെ വരാനുള്ളൂ. നിങ്ങൾ നോക്കി. എന്നാ തെറ്റി കൊണ്ടേതായിരിക്കും. ഇവിടെ ഇപ്പൊ തന്നെ അവര് തിരിച്ചു കൊണ്ടുവരും, ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ എത്തിച്ചോളാം, നമ്മൾ പോയിക്കോളിന്ന് പറഞ്ഞു. ഇവരിങ്ങനെ കാത്തിരിക്കുക, ഈ തെറ്റി കൊണ്ടാളായി ഇപ്പൊ കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം മുൻപ് ഇരുന്ന് കിട്ടിയില്ല, 2 ദിവസം ഇരുന്ന് കിട്ടിയില്ല, ആഴ്ചകളോളം ആ സാധനം കിട്ടിയില്ല. അപ്പൊ 1ാമത്തെ ദിവസം 2ാം ദിവസം ഈ ഷോപ്പിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായി ഇവർക്ക്. കാരണം ഒരു വല്ലാത്തൊരു പറ്റിക്കലാണുള്ളത്. അപ്പൊ എന്റെ വൈഫ് ഇവരെ കൂട്ടുകാരിയാ. ഇവള് അവിടെ ഒന്ന് കയറി ചെന്നപ്പോ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവള് ചോദിച്ചോളെ, എന്താ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കണെന്ന്. അപ്പോഴാ ഇവര് ഈ സംഭവം പറയണത്, ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഓള് പറഞ്ഞ, അതിനെന്താടി, എന്റെ വാപ്പ ഇതൊക്കെ പറഞ്ഞെടുത്തു കൊടുക്കുന്ന ആളല്ലേ, വാപ്പാനോട് ഇങ്ങോട്ട് നോക്കിയിട്ട് ആരെ കൊണ്ടുവരുന്നോട്ട് പറഞ്ഞുതരാൻ പറയും. ഇത് പറഞ്ഞപ്പോ ആദ്യം ചിരിച്ചത് മോളാണ്. കാരണം മോൾക്ക് അറിയാലോ വാപ്പാക്ക് പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര എത്ര ആളുകളാണ് ഈ തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശ്വസിക്കുന്നത്. അവിടുത്തെ കുട്ടി, ചെറിയ പേരൻകുട്ടിന്റെ പ്രാവ് പറന്നു പോയിട്ട് കാണാനില്ലാതെ നമ്മളെ വീട്ടിൽ വന്ന് ചോദിച്ചു, കാക്ക ഞങ്ങളുടെ പ്രാവ് കൊണ്ട് വന്നോന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടേക്ക് ഈ ഒരു കാര്യം തരേണ്ട, വെല്ലിപ്പാനോട് ചോദിച്ചു നോക്കുന്നുണ്ട്. വെല്ലിപ്പാന്റെ കണ്ണാടനെ കാണാതെ പോകുമ്പോ ഞങ്ങളോടാ ചോദിക്കല്. കേട്ടപ്പോ വെല്ലിപ്പാനോട് പ്രാവിനെ ചോദിക്കുന്നത്. വെല്ലിപ്പാന്റെ കണ്ണാട കാണാതെ പോകുമ്പോ ഞങ്ങളോടാ ചോദിക്കല്. ആ കുട്ടിക്ക് മനസ്സിലായി വെല്ലിപ്പാന്റെ അടുത്തൊന്നുമില്ല, നടക്കൂലെന്ന്. പക്ഷെ നമ്മളെ വലിയ മുതിർന്ന ഉമ്മമാര് ഉപ്പമാര് വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ അറിയണം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഖുർആനിനെ നിഷേധിക്കുന്നതിന് തുല്യ. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിട്ട് പറഞ്ഞു, ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറാ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂഉ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. എന്താ പറഞ്ഞ, നബിയെ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തിനു തന്നെ ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കെങ്ങാനും ഗൈബ്, മറഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധാരാളം നന്മ വർദ്ധിപ്പിക്കാമായിരുന്നു. കാരണം ഈ മറഞ്ഞ കാര്യം അറിയാന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളിനൊക്കെ കഴിച്ചിലാവാൻ പറ്റും. അത് റസൂലുള്ളാഹിക്ക് പറ്റിയിട്ടില്ല. ഉഹദിൽ തന്നെ റസൂലുള്ള വലിയ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീണു. റസൂലുള്ളാഹിക്ക് അറിയുമായിരുന്നോ അവിടെ ഒരു കുഴിയുണ്ട്? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ധാരാളം നന്മ വർദ്ധിപ്പിക്കും. എന്നെ ഒരു ദുരിതവും ബാധിക്കൂല എനിക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ. അപ്പൊ റസൂലുള്ളാഹിനോട് തന്നെ അള്ളാഹ് പറയാൻ പറയാം. സൂറത്തു അറാഫിലെ അതിന്റെ 188ാമത്തെ വചനമാണ്, പരിശുദ്ധ ഖുർആനിലാണ്. ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ഈ ഗൈബ് എന്ന് പറയുന്ന സംഗതം അറിയും എന്ന് വിചാരിച്ച് മറ്റു പല ആളുകളെടുത്ത് നമ്മൾ ചെല്ലുന്നത്. അവർക്കറിയാം. റസൂലുള്ളാഹിക്ക് അറിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും അറിയാം? ആർക്കും അറിയില്ല. വളരെ കൃത്യമായിട്ട് പറയാണ്, ഓരോ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ. അപ്പൊ അറിയൂല. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെ അതിന് താഴെയുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയാം? അറിയില്ല. നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തോന്ന് അറിയുന്നു, ഒന്നും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ ആളെടുത്ത് തന്നെ നമ്മുടെ ഈ വെട്ടം പരിയാവരുത്തുന്ന ഒരു ഉമ്മാമ വന്നു.
ആ ഉമ്മാമ വന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അധികം ആളുകൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടിലേക്ക് വരിക, നേരെ ഗേറ്റ് വന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് വരിക. വെള്ളം കുടിക്കാനോ കുറച്ചേരം ഇരിക്കാനോ ബസ് കാത്തിക്കാനും വേണമെങ്കിൽ എന്റെ മുറ്റത്ത് നിൽക്കണം. കാരണം നല്ല തണല. തിരൂർക്കുള്ള ബസ് എന്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കിട്ടും. നല്ല തണലത്ത് നിൽക്കുക, അപ്പുറം ഇപ്പുറവും വെയില. ഇവരൊക്കെ വന്ന് നിൽക്കുക നമ്മളെ മുറ്റത്താ. ഈ വല്യപ്പ നേരെ വന്നു, കുറച്ച് വെള്ളം ചോദിച്ചു, കഞ്ഞിവെള്ളം ചോദിച്ചു, കൊടുത്തു. ഞാൻ ചോദിച്ചു എവിടെ ഞങ്ങൾ വരുന്നത്? ഞാൻ വെട്ടം പരിയാവുന്ന മോനെ. എന്തേ വന്നത്? ഇന്റെ പേരക്കുട്ടിന്റെ ചെയിന് കാണാനില്ലാതായി, അത് ചോദിക്കാൻ വന്നതാ മൂപ്പരോട്. അപ്പൊ ചോദിച്ചു മൂപ്പരാ കട്ടത്? കാണാനില്ലാതായിട്ട് ചോദിക്കാൻ വന്നു പറയുമ്പോ മൂപ്പരാ കട്ടത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെങ്ങനെ മോനെ മൂപ്പര് കക്ക? പിന്നെ എങ്ങനെ മൂപ്പർക്കൊക്കെ തരിക? മൂപ്പരെടുക്കാത്തൊന്ന്? അല്ല മോനെ, അങ്ങനെ എടുത്തു കൊടുക്കുന്നുള്ളത് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ട് വന്നതാന്ന് പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു കേട്ടതാണ്? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതറിയില്ല. എന്നാ വരീന്ന് പറഞ്ഞു. ആ ഉമ്മാനെ ഈ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെയുള്ള CCTV ക്യാമറ കാണിച്ചു കൊടുക്കുകയാണ്. മൂപ്പരെ വീട്ടിൽ മൂപ്പര് വെച്ച CCTV ക്യാമറ. ഞാൻ ചോദിച്ചു മാമ ഇതെന്താണെന്ന് അറിയോ? പാവം ഉമ്മാമ പറഞ്ഞു മോനെ അത് വൈകുന്നേരം ആകുമ്പോ വിളക്ക് എത്തിക്കണതല്ലേ എന്ന് ചോദിച്ചു. ബൾബല്ലേ? ഞാൻ പറഞ്ഞത് ബൾബല്ല മാമ, ഇതാണ് CCTV ക്യാമറ എന്ന് പറയുന്നത്. ഇതിന് ആ ആള് ഇരിക്കുന്ന റൂമിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിന് പുറത്തേക്കുള്ള കാഴ്ച ഇല്ലാത്തത് കൊണ്ട് വെച്ച ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഞാനും ഉമ്മാമയും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വീട്ടിൽ റൂമിൽ ഇരുന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും മൂപ്പർ കൊണ്ട് ഇറങ്ങിയവര് നമ്മൾ എടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞ് തീർന്നതിന്റെ മുമ്പ് മൂപ്പരാക്കി. കാരണം മൂപ്പരവിടെ കാണുകയാണ്. ഈ ഉമ്മാമാനായിട്ട് ഞാൻ വർത്താനം പറഞ്ഞത് മൂപ്പര ഒരു ഇരയാണ്. മൂപ്പർക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. എന്നോട് ചോദിച്ച് എന്താടോ എന്റെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ഉമ്മാമാക്ക് CCTV ക്യാമറ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്. നിങ്ങളെ കണ്ണിന് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സംവിധാനം വെച്ചതാണ്. അതുകൊണ്ട് ഈ ക്യാമറക്കും ഇവിടെ കുറച്ച് മീറ്റർ മാത്രമേ കാണുള്ളൂ, വെട്ടം പരിയാപുരത്തേക്ക് ഈ ക്യാമറ കാണൂല, അതുകൊണ്ട് പോയ ചെയിന് കിട്ടൂല എന്ന് അമ്മാമ്മക്ക് പറഞ്ഞു കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞേ. മൂപ്പർക്ക് മുമ്പ് മനസ്സിലായി ഇതൊക്കെ അമ്മാമ്മ എന്നോട് പറഞ്ഞിരിക്കണമെന്നുണ്ടോ. അമ്മാമ്മ അങ്ങനെ കുറച്ച് നേരം എന്റെ മുഖത്ത് നോക്കി. അപ്പൊ മുന്നേര് പറഞ്ഞു നിങ്ങൾ വേഗം പൊയ്ക്കോളി, പോൻ നമ്മളെ കൂടുതൽ പെട്ടതല്ല, ഓൻ പറഞ്ഞ കേൾക്കണ്ടെന്ന് പറഞ്ഞു. അമ്മാമ്മ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു മോനെ ഞാൻ അങ്ങോട്ട് കേറുമ്പോ 200 ഉറുപ്പ്യ കൊടുത്തടാ, അതൊന്നും എനിക്ക് ഇങ്ങോട്ട് കിട്ടുമോന്ന് ചോദിച്ചു. കാരണം മമ്മക്ക് മനസ്സിലായി ചെയ്തേതായാലും പോയി, കൊടുത്ത 200 പോയി. മമ്മക്ക് ബോധ്യായി. ഞാൻ മമ്മക്ക് ആയത്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ പോവാൻ പാടില്ല. കാരണം ഇവർക്ക് അറിയില്ല, ഇവർക്ക് ഇത് എടുത്തരാനോ ഇത് അറിയാനോ പറ്റൂല എന്ന് അള്ള പറഞ്ഞു തരുമ്പോ അള്ളാനും റസൂലുള്ളാനെയും ധിക്കരിച്ചിട്ട് നമ്മൾ എവിടേക്കാ പോണത്? അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞെന്ന ഒന്നിനെ ധിക്കരിച്ച് നമ്മൾ പോവാ, പിന്നെയാണ് മുസ്ലിം ആണെന്ന് പറയുക, എന്നിട്ട് നമ്മൾ നിസ്കരിക്കുക. ആയതുകൊണ്ട് മറഞ്ഞ കാര്യം ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരുത്തരും അറിയൂല. ധാരാളം തെളിവുകള് നമ്മുടെ മുമ്പിലുണ്ട്, ധാരാളം തെളിവുകൾ. ഞാന് പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള പറയാൻ പറ്റുന്ന ഒരു വലിയ തെളിവാണ് ആറ്റുകാലുള്ള ഒരു സഹോദരൻ. അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഭാവിയും ഭൂതവും വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന പണിയാ മൂപ്പർക്ക്. രാവിലെ ആ പലം കണ്ടെടുക്കുക, കവടി 4 മേലേക്ക് വെക്കുക, 5 താഴേക്ക് വെക്കുക. അത് ഫോണിലൂടെ വിളിക്കുന്നവർക്കും നേരിട്ട് വരുന്നവർക്കും ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് മൂപ്പര് ഭാവി ഭൂതം വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന ആളാ, എല്ലാം പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം മകളെ ഒരു ദിവസം കാണാനില്ലാതായി. കുട്ടി കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. അപ്പോ കൂട്ടുകാരികൾക്കൊക്കെ വിളിച്ചു, കുടുംബത്തിലൊക്കെ വിളിച്ചു, പരമാവധി അന്വേഷണം ഒക്കെ നടത്തി, കുട്ടിനെ കാണാനില്ല. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു എന്റെ മോളെ കാണാനില്ല, അന്വേഷിക്കണം. പോലീസുകാരൻ ചോദിച്ചു എല്ലാ ആൾക്കാർക്കും ഭാവിയും ഭൂതവും വർത്തമാനം പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് സ്വന്തം മോളെ ഭാവി അറിയാതെ പോയോ, ഇനി ഞങ്ങൾ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ആറ്റുകാൽ എന്ന് പറയുമ്പോ തന്നെ മൂപ്പരെ പേരെല്ലാവർക്കും അറിയാം, അത്ര പ്രശസ്തനാണ് കേരളത്തിൽ. ഇതൊരു സത്യമല്ലേ? അറിയോ? ഏതെങ്കിലും മഷീൻ നോക്കിയാൽ അറിയോ? കബഡി വെച്ച് നോക്കിയാൽ അറിയോ? അറിയില്ല, അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അത് അള്ള പറഞ്ഞതിനെതിരാ. അപ്പൊ അള്ള പറഞ്ഞത് കളവാവും, ഇവര് പറഞ്ഞത് സത്യമാവും. നമുക്ക് ഏതാ സ്വീകരിക്കാൻ പറ്റുക? അള്ള പറഞ്ഞത് ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ട് മുസ്ലിമായി ജീവിക്കണോ, അവർക്ക് അറിയുകയില്ല എന്ന സത്യത്തെ അംഗീകരിക്കണം. എത്ര കൃത്യം!
നബിയെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ആകാശങ്ങളിലോ ഭൂമിയിലോ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരുത്തനുമില്ല. അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന മരണപ്പെട്ടു പോയ മനുഷ്യർ അവർ എപ്പോൾ ആ കിടക്കുന്ന കബറിൽ നിന്ന് പുറത്തു വരുമെന്ന അറിവ് പോലും അവർക്കില്ല. അവരാഭ്യന്തര കാര്യമാണ്, അത് സ്വന്തം കാര്യ. എന്ന് കബറിൽ നിന്ന് പുറത്തു വരുമെന്ന് അതുപോലും ഒരിക്കൽ അറിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു തരുമ്പോ ഒരിക്കെല്ലാം അറിയാന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? എവിടുന്ന അത് വരിക? എവിടുന്ന കിട്ടുക? അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കുമ്പോ, യഥാർത്ഥത്തിലുള്ള മുഹമ്മദുർ റസൂലുള്ള പഠിപ്പിച്ച ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിലാണ് നമ്മുടെ മരണം നമുക്ക് സന്തോഷാവുക. സഹോദരങ്ങളെ, എത്ര ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ എന്താണെന്ന് അറിയാതെ ജീവിച്ചു മരിച്ചു പോണത്. ഒരുപാട് ആളുകള് മരിച്ച ആളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നത്, എന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഖബറിൽ കിടക്കുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കും, അവര് നമ്മളെ സഹായിക്കുന്ന ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്റെ ഉസ്താദാണ് എനിക്കത് തിരുത്തി തന്നത്, കേൾക്കൂല. ഇന്നകലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന ആയത്ത് ഓതി അതിൽ അർത്ഥം പറഞ്ഞു തന്നപ്പോ ഞാൻ ചോദിക്കുക ഉസ്താദിനോട്, മരിച്ചവര് കേൾക്കൂല ഉസ്താദേ? ഉസ്താദ് കേൾക്കൂല. അള്ള കേൾക്കൂല എന്ന് പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് പറയാൻ ആരടാ ഉള്ളത് എന്നാ ചോദിച്ചത്. അള്ള കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഇനി അത് കേൾക്കുമെന്ന് പറയാൻ ആർക്കാ പറ്റുക? അത് കഴിഞ്ഞു. അള്ള കേൾക്കൂല എന്ന് പറഞ്ഞാൽ നീ കേൾക്കൂല. ആ കിടക്കുന്ന ആളുകൾ അവർ കേൾക്കൂല. അതെത്ര കൃത്യമായിട്ട് അള്ള പറഞ്ഞൊന്നും നമ്മളെ പ്രശ്നങ്ങൾ ചെന്ന് പറയാ. മമ്പറത്തേക്ക് സിയാറത്തിന് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞത് എന്റെ പേരയിൽ കള്ളം കടന്നതിനെ പറ്റിയില്ല. പാപ്പാനോട് പറഞ്ഞു, എന്റെ വീട്ടില് കള്ളം കിടന്നതിന്റെ 3-ാമത്തെ ദിവസം ഞാൻ മമ്പറത്തേക്ക് വരണം. കാരണം എനിക്കാണെങ്കിൽ കൂടുതൽ വിഷമം ഉണ്ടായത്, കള്ളന്മാർ കൊണ്ടുപോയത് എന്റെ കുപ്പായ ശീല, എന്റെ പാന്റ് ശീലയാണ്. എന്റെ വാപ്പ ഖത്തറിന്ന് കൊടുക്കുന്നത്. അന്നൊക്കെ പാന്റ് ശീല കുപ്പായ ശീല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് എടുത്തിട്ടൊന്ന് മണത്ത് നോക്കും, എന്നിട്ട് അവിടെ തന്നെ മടക്കി വെക്കും. കാരണം പെരുന്നാളിനെ അടിച്ചതുള്ളൂ. അപ്പൊ നമ്മളിതെന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് കള്ളനാണ്ട് കൊണ്ടായുള്ള വിഷമം എന്താ? അതുകൊണ്ട് എങ്ങനെങ്കിലും കള്ളനെ കിട്ടണം പാപ്പ എന്ന് പറഞ്ഞിട്ട് എപ്പാപ്പാന്റെ അടുത്ത് വന്നിട്ട് എന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിറ്റത്തെ ആഴ്ച പാപ്പാന്റെ തലക്കമ്പുറത്തുള്ള ഭണ്ഡാരപ്പെട്ടി ആരോ കുത്തി തുറന്ന് പൈസ ഒക്കെ കൊണ്ടുപോയി. ഒരു നേരം ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തത്. പോലീസ് വന്നിട്ടാണ് അത് അന്വേഷിച്ചത്. ഞാൻ പിറ്റത്തെ ആഴ്ച വന്നപ്പോ അവിടെ പോലീസാ. എന്തേ? അത് ഇവിടുത്തെ ഭണ്ഡാരപ്പെട്ടി ആരോ കട്ടുകൊണ്ടേക്കും പൈസ, ആ അന്വേഷിക്കാൻ പോലീസ് വന്നതാ. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവര് കേൾക്കൂല, അവരറിയില്ല, അവരിത് ഒരിക്കലും അവർ അംഗീകരിക്കുന്നുമില്ല. നാളെ മനുഷ്യരിൽ അവര് പറയും, അല്ലാ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവര് ഞങ്ങളെ വിളിച്ചത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവരോട് വിളിക്കാനും. ഞങ്ങളൊക്കെ അമ്പർത്തപ്പാപ്പ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി ദീന് പഠിപ്പിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്നെ വിളിച്ചോളിന്ന് പറഞ്ഞില്ല, അള്ളാനെ വിളിച്ചോളിന്ന് പറഞ്ഞ് പഠിപ്പിച്ച പണ്ഡിതനാണ്. ആ പണ്ഡിതനോട് അദ്ദേഹത്തിന്റെ സമ്മതം പോലും ഇല്ലാതെ നമ്മൾ പറയാ നിങ്ങൾ കേൾക്കുന്നു. അള്ള പറയാ കേൾക്കൂല, നമ്മൾ പറയാ കേൾക്കൂ. ആലോചിച്ച് നോക്കാൻ. ഈ തരത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ മാറ്റണം നമ്മൾ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പിന്നുള്ളത് ചില നാട്ടാചാരങ്ങളിലുള്ള ചില പ്രശ്നങ്ങളാണ്. ഞാൻ എൻ്റെ നാട്ടില് ഒരു സഹോദരനുണ്ട്, രാജേരുണ്ട്. അദ്ദേഹത്തെ കൊടക്കല് PP ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിൽ ചെന്നപ്പോ അദ്ദേഹം ഞാനൊക്കെ ഒരുത്തുള്ള ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് കുറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ഒരാളെ കാണിച്ചേ എന്ന് വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ഒരാളെ കാണിച്ചേ എന്ന് ചോദിച്ചു. ആ മൂപ്പർക്ക് വലിയ താല്പര്യം, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ പറഞ്ഞു. അത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ എങ്ങനെ പോവാന്ന് ചോദിച്ചു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളെ നാട്ടില് ആളുകൾ മരിച്ചു കഴിഞ്ഞാല് ആ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ പള്ളി വരെ നിങ്ങളാണ് ഉറക്കനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുത്ത് കൊണ്ടുപോകണം. അത് കേട്ടിട്ട ബാക്കി ചെല്ലണം. അത് റസൂലുള്ളാഹിനെ ധിക്കരിക്കല. റസൂലുള്ളാഹിനെ ധിക്കരിച്ച ഓന് സ്വർഗം കിട്ടൂല. എന്താ പറഞ്ഞു? നിങ്ങൾ ഇപ്പൊ തന്നെ പള്ളിക്ക് നമ്മളെ ഉസ്താദിന്റെ അടുത്ത് പോവുക, ഖത്തീബിന്റെ അടുത്ത് പോവുക. മയ്യത്ത് എടുക്കുമ്പോ ഞാനാണ് ഉസ്താദെ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കനെ ചൊല്ലിയിട്ട് കൊണ്ടുവന്നത്, അത് റസൂലുള്ളാഹ് നിരോധിച്ചതാണോ? ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ
മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശബ്ദമുണ്ടാക്കരുതെന്ന് റസൂൽ പറഞ്ഞിക്കണോ എന്നൊന്ന് ചോദിക്കുക. റസൂൽ അങ്ങനെ പറഞ്ഞിക്കണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ധിക്കാരാണ്. റസൂൽ പറഞ്ഞതിന്റെ അപ്പുറം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചാൽ എന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ കൊടക്കല് ടൗൺ പള്ളിയിലെ ഉസ്താദ് കല്യാണപ്പേരേക്ക് ഉണ്ട് വരുന്നത്, കയറി വരുന്നത്. മൂപ്പര് ഉടനെ ഓടിച്ചെന്ന് മൂപ്പരോട് പറഞ്ഞേ, ഞാൻ മയ്യത്ത് എടുക്കുമ്പോൾ ദിക്ർ പറഞ്ഞു ചെല്ലണത് കലാമ് പറഞ്ഞ് ഞാൻ നരകത്ത് പോകും, റസൂലുള്ളാഹിനെ ധിക്കരിക്കലാണെന്ന് ശരിയാണോ എന്ന് ചോദിച്ചു. മൂപ്പര് പതുക്കെ ചെല്ലണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. ദിക്ർ പതുക്കെ ചെല്ലണ്ടെന്ന് പറഞ്ഞോ? പതുക്കെ ചെല്ല്, ഉറക്കനെ. ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നാ. അതുകൊണ്ട് നിങ്ങൾ ഒക്കെ ചെല്ലണ്ട, മൂപ്പര പറഞ്ഞു ശരിയാണെന്ന്. വായിച്ചോക്കാണി. നമ്മൾ അധികം ആൾക്കാരെന്താ വിചാരിക്കാറ്, മയ്യത്ത് കൊണ്ടോ, ഓ വല്ലാത്ത ഒരു മനുഷ്യരിട്ടോ, മരിച്ച് മയ്യത്ത് കൊണ്ടോന്നും കൂടി ഒരു ദിക്ർ ചെല്ലാതെ കൊണ്ടേണ് കണ്ടില്ലേ എന്നാ പറയാ. അങ്ങനെ കളിയാക്കുക. മുണ്ടാതെ കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്ന് പറയും. എന്താ കാരണം? മുഹമ്മദ് റസൂലിനെ അംഗീകരിക്കുകയാണ്. റസൂലിനെ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ അതിന് പിന്തുടരുന്നവർ ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുണ്ടാക്കരുത്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനെയാണ് അംഗീകരിക്കേണ്ടത്. ഇപ്പൊ എന്റെ കുടുംബത്തിൽ എൻ്റെ ഒരു വളരെ അടുത്ത ഒരു കുടുംബക്കാരത്തി എൻ്റെ ഒരു മച്ചുണിച്ച് മരിച്ചു. അപ്പൊ മരിച്ച വിവരം അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോത്തിന് മയ്യത്തൊക്കെ എടുത്തിങ്ങനെ മുറ്റത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാനും എൻ്റെ ഒരു കാക്കിയും കൂടി അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മയ്യത്ത് മുറ്റത്ത് വെച്ചിരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം. എല്ലാവരും ഇങ്ങനെ അവസാനത്തെ ദുആ തീർക്കാനുള്ള ഒരുക്കത്തിൽ നിൽക്കുക. അപ്പൊ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആ മക്കളും അവരും പറഞ്ഞു, വളരെ വേണ്ടപ്പെട്ട രണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരാണ്, അവർ വരുന്നുണ്ട് അടക്കം. അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ റോട്ടുമ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയ റോഡ് കാണും, ഇങ്ങനെ നോക്കി നിൽക്കുക ഈ വരുന്ന രണ്ടാൾക്കാരെ. ഞാനും ഡെക്കാക്കിയാണ്ട് ചെന്ന് ആ വട്ടത്തിൽ മയ്യത്തിന്റെ അടുത്ത് അവിടെ ചെന്ന് നിന്ന് ഉസ്താദ് ദ്വാരാണ്ട് തുടങ്ങിയപ്പോ നമ്മളീ നിർത്ത അവിടെ നിൽക്കുകയാണോ. നമ്മള് കൈ പൊന്തിക്കണില്ല, ദ്വാരക്കണില്ല. അങ്ങനെ അതെല്ലാവരും കാണുകയാണ്. കാരണം നിറഞ്ഞ സദസ്സിൽ കാണുകയാണ്. മയ്യത്തിന്റെ ഒപ്പം പോയി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കബറടക്കി തസ്ബീത്ത് കഴിഞ്ഞു. ഞങ്ങള് വീട്ടിൽ വന്നു, അവരോടൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു. പിറ്റേ ദിവസം തഅസിയത്തിനായിട്ട് ആ വീട്ടിൽ ചെന്നു. തഅസിയത്ത് സുന്നത്താണല്ലോ. അവിടെ ചെന്നപ്പോ വീട്ടിന്റെ ഉള്ളില് ഈ മരിച്ച ആളുടെ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്. അവരെ കൂടെ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ ഇരുന്നിപ്പോ ഞങ്ങളാണ്ട് ചെന്നപ്പോ ഞങ്ങളെപ്പറ്റി ഞാനും ഈ മരിച്ചു പോയ അന്ന് പോയ കാക്കി ഞാനോട് ഞങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അവരവിടെ. കാരണം അന്ന് അവിടെ കൂടി അയൽവാസികളും ഉസ്താദ്മാരൊക്കെ ചോദിച്ച്, എന്തിനെ ചെങ്ങായി ആ രണ്ടെണ്ണത്തിന് നിങ്ങൾ കാത്തുന്നത്? ഇവിടെ വന്നിട്ട് ഒരു ദ്വാക്ക് പോലും കൈ പൊന്തിക്കാത്ത രണ്ടെണ്ണത്തിന് എന്തിനു നിങ്ങൾ കാത്തുന്നെന്ന് വെച്ചിട്ട് ആ ചർച്ചയാണ് ഇവര് വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോ. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ എന്നാണ്. എന്ത് ചോദിച്ചു? അല്ല നിങ്ങള് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്, ആ ദ്വാഴയും കൂടി ഒന്ന് പങ്കെടുക്കാതെ എന്ന് ചോദിച്ചു. അപ്പൊ നല്ലൊരു അവസരമായി അവിടെ ഇരുത്തി അവരോട് പറഞ്ഞു, നിങ്ങളോടും ആ മരിച്ചു പോയവരോടും എന്റെ സ്വന്തത്തോടുമുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നിനും പങ്കുചേരാൻ പറ്റൂല. നിങ്ങൾ അവിടെ നടത്തിയത് മുഴുവനും ബിദ്അത്താണ്, റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നാണ്. ആ ബിദ്അത്ത് ചെന്നെത്തുന്നതോ വകുല്ല ബിദ്അത്തിൻ ളലാല, അത് വഴിപിഴച്ചതാ. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്ക് എത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൈ പൊന്തിച്ചാൽ ഒന്ന് റസൂലുള്ളാഹിനെ ഞാൻ ഒഴിവാക്കി, റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തവനാക്കി. കാരണം റസൂലുള്ള പറഞ്ഞത് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ തെരഞ്ഞാൽ കാണൂല. നമ്മൾ ഉസ്താദ്മാരോട് ചോദിക്കും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണസമയം മുതൽ ഖബറിൽ എത്തുന്നത് വരെ എന്തു ചെയ്യണമെന്ന് കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചു. അതില് ആ മയ്യത്തിന്റെ കൂടെ പള്ളി വരെ പോകുന്നു, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നു, മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം അതിന്റെ ഖബറെല്ലാം ശരിപ്പെടുത്തി കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി റബ്ബിനോട് തസ്ബീത്തിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾ പണ്ഡിതന്മാർ കൃത്യമായി റസൂലുള്ള ആ സഹോദരന് ചോദിക്കാൻ പറഞ്ഞ തസ്ബീത്തിന് പറ്റിയതാണ് എന്ന് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ നമ്മൾ ചെയ്യുന്നു. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ ചെയ്യൂല. അപ്പൊ അതിൽ 3-4 മക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നമ്മൾ ഉസ്താദ്മാരോട് ചോദിച്ച് തീരുമാനം എടുത്തോളൂ.
ഇതൊക്കെ നാട്ടാചാരങ്ങളിൽ ചെയ്യുന്ന ഒന്ന് ഇസ്ലാമാകാൻ പറ്റൂല. കാരണം എന്താ? ഇതിന് പ്രതിഫലം തരേണ്ടവൻ അല്ലാഹുവാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മുഹമ്മദ് റസൂലുള്ളയോട് ആ ഒരു ദിവസം അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, നബിയെ, ഈ ഒരു ദിവസം ഇതാ ദീനിനെ നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ആ റസൂൽ പഠിപ്പിക്കാത്ത ഒന്നും ഞമ്മക്ക് തരക്കെടില്ല എന്ന് തോന്നിയിട്ട് അതിൽ കയറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. റസൂൽ എന്തു പറഞ്ഞോ അത് അതുപോലെ സ്വീകരിക്കണം, അത് അതുപോലെ ചെയ്യണം. റസൂൽ പഠിപ്പിച്ച സുന്നത്തുകൾ മുഴുവനും നമ്മൾ സ്വീകരിക്കണം. അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ നാട്ടില് കാരത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ തൊട്ടടുത്ത മഹലിലാണ്. അദ്ദേഹം ഒരു ദിവസം യാത്രയിൽ, അതായത് പോകുന്ന വഴിയില് എന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയില് മഗ്‌രിബ് നമസ്കാരത്തിന് കയറി. അദ്ദേഹം കാരത്തൂര വലിയ ഉറൂസൊക്കെ നടത്തുന്ന, അജ്മീർ ഉറൂസ് നടത്തുന്ന അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മഗ്‌രിബ് നമസ്കാരത്തിന് പള്ളിയിൽ കയറി. ആ മഗ്‌രിബ് നമസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തില് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖിറാഅത്ത് ബഖറയുടെ ഒരു ചെറിയൊരു ഭാഗം ആണ് ഓതിയത്. ആ ഓതിന്റെ ആയത്തില് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആയത്തിൽ വരുമല്ലോ. ഇയാള് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നിസ്കാരത്തിൽ കേട്ടത് അയാളുടെ ജീവിതത്തിൽ ആദ്യം. മൂപ്പര് സലാം വിട്ടിക്കഴിഞ്ഞ് നമ്മളെ ചുമരുമങ്ങനെ ചാരി ഇരിക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ നിസ്കാരത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? ആ നമ്മൾ ആരെയും മരിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ചെല്ലണല്ലേ, അതെങ്ങനെ നിസ്കാരത്തിൽ വന്നതെന്ന് ചോദിച്ചു. 60 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ അത് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ആയത്തിന്റെ ഭാഗമാണ്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ ഒരു ഭാഗത്താണ്. അതൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. സൂറ ബഖറ തുറന്നു, ആ ആയത്തിന്റെ ഭാഗം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇവര് പറയണേ, എന്റെ ജീവിതത്തിൽ ഇതിങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഖുർആനിലുള്ളതാണ്, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാന്നുള്ളൊരു അറിവ് എനിക്ക് ആദ്യമായിട്ടാണ്. അയാള് പിന്നെ നാട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മഹല്ലിലെ ഉസ്താദുമാരുമായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംവദിക്കാൻ തുടങ്ങി, ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ ചർച്ച അദ്ദേഹത്തിന് ഹിദായത്തിന്റെ മാർഗം തുറന്നു കൊടുത്തു. പിന്നീട് അദ്ദേഹം ശക്തമായ ഒരു മുവഹ്ഹിദായി മാറി. അദ്ദേഹം ഒരു ഓപ്പറേഷന് വിധേയമായി. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നല്ല ഒരു ബോധ്യമുണ്ട്, കൂടുതലൊന്നും കിട്ടൂല, മരണത്തോട് ഏകദേശം അടുത്തിട്ടുണ്ട്. ഒരു വ്യാഴാഴ്ച ദിവസം അദ്ദേഹം തന്റെ പ്രിയതമയെ വിളിച്ചിട്ട് പറയണം, നാളെ വെള്ളിയാഴ്ചയാണ്, നമുക്ക് രണ്ടാൾ കൂടി പള്ളിയിൽ പോകണം, ജുമാക്ക് പോകണം. അതുകൊണ്ട് ആ ജുമാക്ക് പോണ നേരത്തുള്ള പണികളൊക്കെ എന്തൊക്കെ വേണ്ടിച്ച് ഇപ്പൊ തന്നെ കുറേശ്ശൊക്കെ ചെയ്തു വെക്കുക, രാവിലെ നമുക്ക് നേരത്തൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ കണ്ടു. ഒരു പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, പള്ളിയിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. വ്യാഴാഴ്ച വന്നപ്പോ അത് ഓർമ്മപ്പെടുത്തിയതാണ്. അദ്ദേഹം അന്ന് രാത്രിയായിട്ട് മരിച്ചു. ആ വ്യാഴാഴ്ച രാത്രിയായിട്ട് മരിച്ചു. പള്ളിയിൽ പോകാൻ പറ്റിയില്ല. വൈകുന്നേരം ഒരു ഇശാന്റെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചു. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ആ പ്രിയതമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണശേഷം റസൂലുള്ള പഠിപ്പിച്ച മുഴുവൻ സുന്നത്തും എന്റെ പേരിൽ നടത്തണം. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും എന്റെ മരണശേഷം നമ്മുടെ വീട്ടിലുണ്ടാവരുത് കേട്ടോ. കാരണം സമസ്ത പശ്ചാത്തലം നമ്മുടെ കുടുംബമായതുകൊണ്ട് പലതും കീറി വരുമല്ലോ. അതുകൊണ്ട് മുമ്പ് ഒരു വസിയത്തായിട്ട് അവിടെ പറഞ്ഞു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മളെ നാട്ടിലുള്ള ഒരു നടപ്പാണ്, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ അടുത്ത് ആ വീട്ടില് അതിന്റെ പരിസരത്തും അതിന്റെ കൊലായിലൊക്കെ ഇരുന്ന് ഓതാനുള്ള ആള് വരിക എന്ന് പറയുന്നത്. അതൊരു ഇതാണല്ലോ, പതിവാണല്ലോ. സ്വാഭാവികമായിട്ടും പള്ളിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ മരിച്ച ആളുടെ അനുജന്റെ മകന് വിളിച്ചു. അദ്ദേഹം എന്റെ സുഹൃത്താണ്, വളരെ സജീവമായിട്ടുള്ള ആളാണ്. ചില സമയത്ത് നമ്മൾ പേരുകൾ പറയാൻ പ്രയാസമുള്ളതുകൊണ്ടാണ്. ആ സഹോദരനെ വിളിച്ചു പള്ളിയിൽ നിന്ന്. എന്നിട്ട് ചോദിച്ചു, ഓതാനുള്ള ആളാണ്ട് പറഞ്ഞേക്കണമെന്ന് ചോദിച്ചു പള്ളിക്ക്. അപ്പൊ പറഞ്ഞു, ഞാന് ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ വീട്ടിലൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു.
എളീമ ഉണ്ടല്ലോ, എളീമാനോട് ചെന്നിട്ട് ചോദിച്ചു, പള്ളിക്കൊന്ന് ഓതാനുള്ള ആളുകൾ വരട്ടെ എന്ന് പള്ളിക്കൊന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറയേണ്ടത്? അപ്പൊ എളീമ പറഞ്ഞു, എളാപ്പാന്റെ ഒസിയത്തുണ്ട്, മരണശേഷം മുതൽ മയ്യത്ത് ഖബറിലെത്തുന്നത് വരെ റസൂലുള്ള പഠിപ്പിച്ച എല്ലാ സുന്നത്തും ഇവിടെ നടപ്പിലാക്കണം. അത് റസൂലുള്ള പഠിപ്പിച്ച ഒരു സുന്നത്താണെങ്കിൽ അവരോട് വരാൻ പറയും. എളിമക്കും അറിയില്ല സുന്നത്താണോ എന്താന്നുള്ളത്. അത് റസൂലുള്ള പഠിപ്പിച്ച ഒരു സുന്നത്താണെങ്കിൽ അവരോട് വരാൻ പറയുന്നു. എനിക്ക് ഫോണ് വരണ മുമ്പ് ഈ ഫോണൊക്കെ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചോ, പറഞ്ഞ പള്ളിക്കൊന്ന് വിളിച്ചതാണ്. ഇവ പുറത്ത് വന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ള പഠിപ്പിച്ച മുഴുവൻ സുന്നത്തും എളാപ്പാക്ക് ഇവിടെ കിട്ടണം എന്ന് വസിയത്തുണ്ട്, റസൂലുള്ള പഠിപ്പിക്കാത്തതൊന്നും ഇവിടെ വേണ്ടാന്നും എളാപ്പാക്ക് വസിയത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പള്ളിക്കെന്ന് പറഞ്ഞപ്പോ ഞങ്ങളാണ്ട് വരുന്നില്ല. ഇതാണ് ഹക്ക്. എന്തുകൊണ്ട് പള്ളിക്കെന്ന് ഞങ്ങളാണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു? റസൂലുള്ള പഠിപ്പിച്ചതല്ല. മരിച്ച മയ്യത്തിന്റെ അടുത്തിരുന്ന് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ പടച്ചോനെ മരിച്ചവർ ഊത്തും കൂടി ഇല്ലേ എന്നൊരു വിഷമം വരും ചില ആളുകൾക്ക്. എന്തുകൊണ്ടാണ്? മുഹമ്മദ് റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ അത് പരിപൂർണമായിട്ട് ചെയ്യാം. റസൂലുള്ള എന്തൊന്ന് പഠിപ്പിച്ചിട്ടില്ലേ അതൊരു നല്ല കാര്യമാണെന്ന് ചിന്തിക്കല്, ആ റസൂലുള്ള ഒരു നല്ല കാര്യം നമ്മളെ പഠിപ്പിക്കാതെ പോയി എന്ന് വാദിക്കുന്നവനെ പോലെയാണ്. അതാ ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞത്, ഒരാള് ഒരു കാര്യം ഉണ്ടാക്കുക, ഒരു ബിദ്അത്ത് ഉണ്ടാക്കുക, എന്നിട്ട് അവനിങ്ങനെ കാണുന്നത് നല്ലതാണ്, നല്ലതാണെന്ന് തോന്നുക, ഫഖദ് സഅം അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാനത്ത് റിസാല. റസൂലുള്ളാഹിയുടെ റിസാലത്തിൽ റസൂലുള്ള നമ്മളോട് കുറച്ച് വഞ്ചനൊക്കെ കാണിച്ചിക്കണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അത് റസൂലുള്ള പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും ഇതൊരു നല്ല കാര്യമാണെന്ന് നമ്മളാണ്ട് പറയാ, അത് പറ്റൂല. നല്ല കാര്യമൊക്കെ റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക. സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്ത് യാസീൻ, സൂറത്തുൽ കഹ്ഫ്, ഇതൊക്കെ നമുക്ക് കാണാതെ ഓതാൻ പറ്റുന്ന മാതിരി നമുക്ക് പരിചയമുള്ള സൂറത്തുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഓതുക. അത് അള്ളാഹു നമുക്ക് ഹൈറായ ഹസനത്തായി രേഖപ്പെടുത്തും. ഒരു അറഫ് നിങ്ങൾ ഓതിയാൽ അള്ളാഹ് 10 അറഫിന്റെ പ്രതിഫലം തരും. ഒരു അറഫ് നമ്മൾ ഓതിയാൽ അള്ളാഹ് 10 അറഫിന്റെ പ്രതിഫലം തരും. അത് നമ്മൾ ഓതിയാലേ നമുക്ക് തരുള്ളൂ. വേറെ ആരെങ്കിലും ഇരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടൂല. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അറുത്തു മുറിച്ച് പറഞ്ഞു, ഖുർആൻ ഓതുകയും അത് ഹദിയ ചെയ്യുകയും ചെയ്താൽ അത് മരിച്ച വ്യക്തിക്ക് എത്തൂല. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറഞ്ഞു കിട്ടൂല. പിന്നെ എങ്ങനെ നമ്മൾ കിട്ടുന്നു പറയാ? അതുകൊണ്ട് കിട്ടാത്ത ഒന്നിനെ ഉണ്ടെന്ന് വിശ്വസിക്കൽ റസൂലുള്ള പഠിപ്പിച്ച ദീനിൽ പറ്റൂല. ആ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ ഒരു സ്വലാത്തിനെ ചൊല്ലിയാൽ, മൻ സ്വല്ല അലയ്യ വാഹിദൻ, ഒരു സ്വലാത്തിനെ നിങ്ങൾ എന്റെ പേരിൽ ചൊല്ലാൽ, സ്വല്ലല്ലാഹു അലൈഹി അശറ, അല്ലാഹു നിങ്ങൾക്ക് 10 പ്രതിഫലം തരും ട്ടോ. നമ്മളൊരു സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലിയാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന റസൂലുള്ള പഠിപ്പിച്ച ഇബ്രാഹിമിയ സ്വലാത്ത് പരിപൂർണമായി നമ്മൾ ഒന്ന് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് അതിന് 10 പ്രതിഫലം തരും. അള്ളാന്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ ചീള് പ്രതിഫലം കിട്ടും എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മളത് ചാടി പിടിക്കണം. കാരണം എന്താ? അതൊരു വലിയ സംഭവമാണ്, അത് നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് നിങ്ങൾ ധാരാളം റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ജീവിതത്തിൽ നമ്മൾ ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് ധാരാളം ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം നമ്മൾ ചൊല്ലുക. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ച മുഴുവൻ ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ട് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി തന്റെ ജീവിതത്തെ കൃത്യമാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് അല്ലാഹു മലക്കുകൾ എങ്ങനെ ഇറക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന് പറഞ്ഞവരുണ്ടല്ലോ, സുമ്മ ഇസ്തഖാമൂ, അവര് പിന്നെ പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അല്ലാഹ് മദീന്ന് പറഞ്ഞു, അതിൽ ഉറച്ചു നിന്നു. എന്തൊരു പ്രശ്നം വന്നാലും അല്ലാഹ് എന്താ പറ്റിയത്, പടച്ചോനെ എന്താ പറ്റിയത്, അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞു ഉറച്ചു നിന്നവന്റെ വിശ്വാസം. അല്ലെങ്കിലോ
മമ്പർത്തങ്ങളെ എന്താ പറ്റിയത് അല്ലെ? നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ അറിയണില്ല. അതിന്റെ വലിയ പ്രത്യാഘാതം അള്ള പറഞ്ഞതിനപ്പുറമാകുക. എന്ത് പ്രതിസന്ധി! ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, പിന്നെ മുസ്തഖീമിലാണ് അവൻ, അതിൽ ഉറച്ച്. എന്ത് സംഭവിച്ചാലും അവൻ പറയും എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. അള്ളാഹു നിശ്ചയിക്കാത്ത ഒന്നും അള്ളാഹ് നീ ഉദ്ദേശിച്ച ഒന്നിനെ തടയാൻ പറ്റുന്ന ഒരുത്തനുമില്ല. നീ തരാൻ ഉദ്ദേശിച്ച ഒന്നിനെ തടയാൻ പറ്റിയ ഒരുത്തനുമില്ല. നീ തന്നിട്ടില്ലാത്ത ഒന്നിനെ മേടിച്ചു തരാനും ഒരുത്തനുമില്ല. അതിലൊക്കെ നീ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നല്ല പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെയായി നമ്മള് ജീവിതം എപ്പോഴാണോ മലക്കുൽ മൗത്ത് നമ്മളെടുത്ത് വരുന്നത്, നമ്മളെ മരണം സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇന്ന് കോടതി വരാന്തയിൽ ഒരു പോലീസുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇന്ന് സംഭവിച്ചതാ. നല്ല ആരോഗ്യമുള്ള ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ പോണ പോക്കില പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അവിടെ കിടന്നു മരിക്കുന്നു. അത്ര എടുത്താണ്. ഇപ്പൊ മരണം വളരെ എളുപ്പ, പ്രായമാവൊന്നും വേണ്ട, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ നമ്മുടെ മരണം നമ്മൾക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു മലക്കുകൾ അങ്ങനെ ഇറക്കിത്തരുന്നു പറയാ ഖുർആനിൽ. തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹു അങ്ങനെ മലക്കുകൾ ഇറക്കിത്തരും. ആ മലക്കുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ടടോ, വിഷമിക്കണ്ടടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷം ആ മലക്കുകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അത് കേട്ടു മരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷിച്ച് നമ്മൾ അറിയാതെ പല ആളുകളെയും വിളിച്ച് തേടി പല നേർച്ചകളും ചെയ്ത് പല ആൾക്കാരും നമ്മളെ സഹായിക്കും എന്നൊക്കെ വിശ്വസിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാ മരണം നമ്മളെടുത്തേക്ക് വരുന്നതെങ്കിൽ എന്റെ ദൂതന്മാർ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടി ആ ദൂതന്മാർ ചോദിക്കും അവരോട് ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നീ പ്രതീക്ഷിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നില്ലടോ, ഓരൊക്കെ എവിടെ നീ വെക്കും? അബൂബക്കറെ, ആയിഷ, അള്ളാഹുവിന് പുറമെ നീ കുറെ ആൾക്കാരെ വിചാരിച്ചിരുന്നില്ലേ, വിളിച്ചിരുന്നില്ലേ, തേടിയിരുന്നില്ലേ, പ്രതീക്ഷിച്ചിരുന്നില്ലേ? അന്റെ വയറുവേദന മാറാന്, അനക്ക് കുട്ടികൾ ഉണ്ടാവാന്, അന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറാന് ഈ ഒഴിഞ്ഞിട്ടിരുന്നില്ലേ? ഓരോടെന്ന് ചോദിക്കും. ആര്? നമ്മളെ മലക്കുൽ മൗത്ത്, റൂഹിനെ പിടിക്കാൻ വേണ്ട മലക്ക് നമ്മളോട് ചോദിക്കും. ഇത് ആരാ പറഞ്ഞത്? അള്ളാഹ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫ് അതിന്റെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞുതരാ, റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാ. കൂട്ടരെ, മരണസമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം മലക്ക് ചോദിക്കൂട്ടോ, ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നീ ദുആ ചെയ്ത ആ കൂട്ടരെ എവിടെയാണ്? എന്ത് പറയും അവര്? ആ കിടക്കുന്ന ആളുകൾ എന്ത് പറയും? അള്ളാഹ് പറഞ്ഞു, അവർ പറയും വല്ലൂ അന്നാ, ഒരൊറ്റ ആള് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഞങ്ങൾ വിളിച്ചിരുന്നു, പറഞ്ഞിരുന്നു, പക്ഷെ അവരൊന്നും ഇല്ല എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. അവരൊന്നും കേൾക്കൂല, അവര് വരൂല, അവര് സഹായിക്കൂല എന്ന് ബോധ്യപ്പെട്ടു. എല്ലാവരും ഞങ്ങളിൽ നിന്ന് പുറത്താ, ആരുമില്ല കൂടെ. ഇതാ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു അന്നഹും കാനൂ കാഫിരീൻ, അള്ളാഹ്ക്ക് പുറമെ അങ്ങനെ സഹായികളുണ്ട് എന്ന് വിശ്വസിച്ച ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ കാഫിറാക്കി കളഞ്ഞിരിക്കുന്നു. മരണസമയത്ത് ഇനി നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അതൊന്ന് മാറിക്കിട്ടാൻ, അതൊന്ന് മാറാൻ, ആ ചിന്ത തെറ്റാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹ് ചെറിയൊരു സമയം തരുമോ, ഒന്ന് രക്ഷപ്പെടാൻ എന്ന് ചോദിക്കും. പക്ഷേ അവിടെ സമയമില്ല. ആ മരണത്തിന്റെ സമയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നതിനപ്പുറം നീട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമില്ല. നമ്മൾ പലപ്പോഴും പറയും മൂപ്പര് മരണത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ്, വെറുതെ പൊട്ടത്തർത്താനാണ് അത്. മരണത്തിന് ആരും തിരിച്ചു വരൂല. അള്ളാഹ് അപ്പൊ മരണം അവർക്ക് കണക്കാക്കിയിട്ടില്ല. ഒരു മരിക്കാൻ പറ്റുന്ന അത്ര വലിയ അപകടമൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ മരണം അള്ളാഹ് കണക്കാക്കിയിട്ടില്ല. നമ്മളെങ്ങനെയാ കണക്കാക്കുക? ആ കണക്ക് വന്നാലോ പിന്നെ തിരിച്ചു പോരൂല്ല. ചിലപ്പം വളരെ നിസ്സാരമായിട്ടായിരിക്കും അല്ലെ? എത്ര നിസ്സാരമായിട്ടാ ചില മരണങ്ങൾ സംഭവിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഫറൂഖില്, നമ്മളെ സുലൈമാൻ മദനിന്റെ ഒക്കെ
ഒരു നാടുണ്ട്. ആ നാടിന്റെ പേരും പിന്നെ ഓർമ്മയിലില്ല. തിരുത്തിയാട് അല്ലെ? തിരുത്തിയാട്. തിരുത്തിയാട് മഹലിന്ന് ഒരു കുടുംബം ഹജ്ജിന് പോയി കഴിഞ്ഞ കൊല്ലം. ഹജ്ജിന് പോയിട്ട് ആ കുടുംബനാഥനെ കാണാനില്ലാതായി. കുറെ തെരഞ്ഞു, ഒരു കണ്ടില്ല. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും തെരഞ്ഞു. കുവൈറ്റിലൊരു മോനുമായി ജോലി ചെയ്യുന്നുണ്ട്. സൗദിയിൽ തന്നെ മക്കളുണ്ട്. അവരൊക്കെ പരിശ്രമിച്ചിട്ടും ബാപ്പാനെ കാണാനില്ല. അങ്ങനെ കുവൈത്തിൽ നിന്ന് ഒരു മോൻ വന്ന് തെരഞ്ഞിട്ടൊന്നും കാണാനില്ല, അയാൾ തിരിച്ചുപോയി. അങ്ങനെ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇയാളെ മയ്യത്ത് കിട്ടി. അങ്ങനെ പോലീസ് ഇവരൊക്കെ ബന്ധപ്പെട്ടു. കുവൈത്ത് നീ മകനും വന്നു. വന്ന് വാപ്പാന്റെ മയ്യത്ത് സ്കരിച്ചു, മയ്യത്ത് കബറടക്കി. ഈ മകൻ തിരിച്ചു കുവൈറ്റിലേക്ക് പോകുന്ന വഴി സൗദിയിൽ വെച്ചിട്ട് മകൻ മരിച്ചു. ഓരോന്നിന്റെ സബബുകൾ, ഓരോ കാരണങ്ങൾ, ഓരോ തീരുമാനങ്ങൾ റബ്ബിനെ അറിയുള്ളൂ, ഞമ്മക്ക് അറിയില്ലാന്ന്. നാളെ എന്തു പ്രവർത്തിക്കുമെന്ന് മനുഷ്യൻ നിനക്ക് പറയാൻ പറ്റൂല. എവിടെ വെച്ച് നീ മരിക്കുമെന്ന്, എവിടെ വെച്ചാ നിന്റെ മരണം നിനക്ക് അറിയില്ല എന്ന് അള്ളാഹ് പറയുമ്പോ ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ചിന്തിപ്പിക്കല്ലേ. പാപ്പാന്റെ മയ്യത്ത് സ്കരിച്ച് മറയിടാൻ വേണ്ടി കുവൈറ്റിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് വന്ന് നിശ്ചിത ദിവസം തിരിച്ച് കുവൈറ്റിലേക്ക് പോകുന്ന വഴി റോട്ടിൽ വെച്ച് ആ സഹോദരൻ മരിച്ചു. ഇതൊക്കെ നമ്മൾ അറിയുന്ന നമ്മുടെ കൂട്ടുകാരാ. അങ്ങനെ എത്ര 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 ഖത്തറിൽ നിന്ന് മയ്യത്തുമായി വന്ന സഹോദരൻ എയർപോർട്ടിൽ വെച്ച് കൂടെ വന്ന ആളെ എയർപോർട്ടിൽ നിന്ന് മരിച്ചു. മയ്യത്തിൽ വന്ന ആളെ അങ്ങനെ എത്ര. ഇതൊന്നും നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ല. റബ്ബ് നിശ്ചയിക്കുന്ന ഒരു സമയം വന്നാൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകണം. ആ പോകുന്ന പോക്ക് മുഅ്മിനായി മുവഹിദായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സന്തോഷത്തോടെ, അതിനപ്പുറം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും യേശൂല, കാരണം മുഹമ്മദ് റസൂൽ പഠിപ്പിക്കാത്ത ഒന്ന് ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കറകളഞ്ഞ യഥാർത്ഥ വിശ്വാസമാകുന്നത്. നാളെ മഹ്ശറയിൽ മുഹമ്മദ് റസൂലുള്ള നമ്മളെ കാത്തിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് കൊതിയാവുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ കാണാൻ എന്ന് പറഞ്ഞു റസൂലുള്ള. സ്വഹാബിമാർ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, നബി ഞങ്ങളെന്നല്ലേ നിങ്ങളെ കൂട്ടുകാർ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്, എന്റെ കണ്ടവരാണ്, എന്റെ ഒപ്പമുള്ളവരാണ്. എന്നാൽ എന്നെ കാണാതെ തന്നെ എന്നെ വിശ്വസിക്കുകയും ഞാൻ പറഞ്ഞതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച ആ സഹോദരങ്ങൾ വരാനുണ്ട്. അവരെ ഞാൻ മഹ്ശറയിൽ കാത്തിരിക്കും. അവിടെ എങ്ങനെ നബി നിങ്ങൾക്ക് ഓരെ അറിയാമെന്ന് ചോദിച്ചു സ്വഹാബിമാര്. ഈ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യന്, നിങ്ങളെ ഉമ്മത്തിന്, നിങ്ങൾ ജീവിച്ച ആളുകൾ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? റസൂൽ കൃത്യമായിട്ട് പറഞ്ഞു, അതൊക്കെ അള്ളാഹ് അറിയിച്ചു തരും. നിങ്ങളെ ഒട്ടകങ്ങള് താഴ്വരയിലേക്ക് നിങ്ങൾ മേയാൻ വിടുമ്പോ അവിടെ വേറെ ഒട്ടകങ്ങൾ ഉണ്ടാവൂലേ, അതിന്റെ ഇടയിൽ നിങ്ങളുടെ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യ. അത് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. അതിനേക്കാൾ ഉഷാറായിട്ട് എന്റെ ഉമ്മത്തിന് അള്ളാഹു കാണിച്ചു തരും. അവർക്ക് വേണ്ടി ഹൗദുൽ കൗസറുമായി ഞാൻ കാത്തിരിക്കും. ആ ഹൗദുൽ കൗസർ കൊടുക്കാൻ ഞാൻ അവരെ കാത്തിരിക്കുമ്പോ എന്റെ ഉമ്മത്തിൽ വലിയൊരു വിഭാഗത്തിന് നേരെ അള്ളാഹ് ഒരു മറയിടും. അപ്പൊ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കും, അല്ലാഹ് എനിക്കും എന്റെ ഉമ്മത്തിനും ഇടയിൽ എന്താണ് ഒരു മറ? എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അല്ലാഹു എന്നോട് പറയും, നിങ്ങളുടെ വഫാത്തിനു ശേഷം നിങ്ങൾ നൽകിയ ദൗത്യത്തെ മറന്നവരാണവർ. അവർ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ട് പരിശ്രമിച്ചവരാ. അവർക്ക് ആ ഹൗദുൽ കൗസറിന് അവകാശമില്ല നബിയേ. അപ്പോൾ ഞാൻ അവിടുന്ന് അവരോട് പറയും, കടന്നു പോയിക്കോ, നിങ്ങളെ കാണേണ്ടതില്ല. ആലോചിച്ച് നോക്കാണ്. റസൂല പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ കൊണ്ട് പണിയെടുത്ത് പണിയില്ല. റസൂല ആട്ടിയ ഡൂഡോ കൗതരം കിട്ടൂല. റസൂലുള്ള ആട്ടിയ ഒരുത്തിന് പിന്നെ സ്വർഗം പ്രതീക്ഷിക്കും വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം എത്രയാണ് അള്ളാഹ് ഇനി നമുക്ക് തരിക നമുക്കറിയില്ല. എത്രയായാലും ജീവിതത്തിൽ ഏതെങ്കിലും അബദ്ധ നിമിഷത്തിൽ ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ, അള്ളാഹു അല്ലാത്തവരോടുള്ള വല്ല പ്രാർത്ഥനയും വന്നു പോയിട്ടുണ്ടെങ്കിൽ, വല്ല തേട്ടവും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്തപിച്ച് പറയണം, അള്ളാഹ് സംഭവിച്ചു പോയതാണ് എന്റെ ജീവിതത്തിൽ. ഇനി എന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറയാൻ എനിക്ക് നീ മാത്രം മതി. നീ മതിയായവനാണ്, നീ മാത്രമാണ് മതിയായവൻ. അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ നിന്നോട് മാത്രമേ ഞാൻ പറയുള്ളൂ. അള്ളാഹുവേ, നീ മാത്രമാണ് പരിഹാരം. അതുകൊണ്ട് നിന്നോട് മാത്രമേ എന്റെ പ്രശ്നങ്ങൾ പറയുകയുള്ളൂ എന്ന ആ കൃത്യമായ തൗഹീദിനെ
നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാത്തവർ, അള്ളാഹുവെ, അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ പരിപൂർണ രോഗശമനത്തിനും നീ എളുപ്പമാക്കണേ അള്ളാഹുവെ. ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകി നിന്റെ മാർഗത്തിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളയെ അംഗീകരിച്ച് ആ റസൂലുള്ളയെ സ്നേഹിച്ച് ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ചേർക്കണേ അള്ളാഹുവെ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മരണത്തിനു മുമ്പ് ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരികയും അള്ളാഹുവെ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന നിന്റെ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അള്ളാഹുവെ. ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവെ വിശ്വാസികളായിക്കൊണ്ട് ബർസഖിയായ ലോകത്ത് കഴിയുന്നവരുണ്ട്. അള്ളാഹുവെ, അവരെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ നീ മാത്രമാണ്. അള്ളാഹുവെ, അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹുവെ. ഞങ്ങളുടെ സഹോദരങ്ങൾ ആ ഫിലസ്തീനിന്റെ മണ്ണിൽ വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ട് നേരിടുകയാണ്. അള്ളാഹുവെ, അവർക്ക് പരിപൂർണമായ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ. ആ നാടിൽ ആ രാജ്യത്തിനു വേണ്ടി, ഇസ്ലാമിന്റെ ഇസ്സത്തിനു വേണ്ടി, മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി പോരാടി ജീവൻ കൊടുത്ത സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹുവെ, അവർക്ക് നീ ശുഹദാക്കളുടെ ദർജ നൽകി സ്വീകരിക്കണേ അവരുടെ പാപങ്ങൾ നീ പുറത്തു മാഫാക്കണേ അള്ളാഹുവെ. അവിടെ അവരെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണേ ആ രാജ്യത്ത് പരിപൂർണ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.